ഇതിഹാസങ്ങൾ ക്രിക്കറ്റിൽ നിരവധിയുണ്ട്. അവരുടെയെല്ലാം റെക്കോർഡുകൾ മറികടക്കാൻ 21ാം നൂറ്റാണ്ട് കണ്ടെത്തിയ പേരാണ് വിരാട് കോഹ്ലി. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ ഒരുക്കിയെടുത്ത മണ്ണിൽ വിരാട് കോഹ്ലി ഇറങ്ങി. സച്ചിനെ പോലും അമ്പരപ്പിച്ച് സിംഹാസനം കോഹ്ലി ഏറ്റെടുത്ു. ഇന്ത്യയുടെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ അമരത്തേക്ക് പടികയറിപ്പോയി. രാജാവെന്ന് ആരാധകർ ഏറ്റുവിളിച്ചു. ലോക ക്രിക്കറ്റിന്റെ ആകെ കിങ് കോഹ്ലി. ഇന്ത്യൻ ക്രിക്കറ്റിൽ നേട്ടങ്ങളുണ്ടാക്കിയ നിരവധി നായകന്മാരുണ്ട്. അതുല്യ വിജയങ്ങൾ സമ്മാനിച്ചവരുണ്ട്. ലോക ക്രിക്കറ്റിലെ വമ്പന്മാരോട് പൊരുതി ജയിച്ചവരുണ്ട്. പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ കോഹ്ലിയോളം പോന്ന മറ്റൊരു നായകനും ഇന്ത്യക്കില്ല. ഏത് ഇതിഹാസത്തിനും മുകളിലാണ് വിരാട് കോഹ്ലി ഉണ്ടാക്കിയ സാമ്രാജ്യം. മഹേന്ദ്ര സിംഗ് ധോണിയുടെ പിൻഗാമിയായി ഇന്ത്യയുടെ നായകസ്ഥാനം ഏറ്റെടുത്ത കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് അടിമുടി മാറി. വിദേശ പിച്ചുകളിൽ വിയർത്തിരുന്ന ഇന്ത്യൻ ടീം തുടരെ ജയിച്ചു തുടങ്ങി. സേനാ രാജ്യങ്ങളിൽ കോഹ്ലിക്ക് കീഴിൽ അതുല്യ നേട്ടത്തിലെത്തി ഇന്ത്യ. ഓസ്ട്രേലിയയിൽ ആദ്യമായി ടെസ്റ്റ് പരമ്പര ജയിച്ച ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയാണ്. ഇന്ത്യക്കായി ഏറ്റവും അധികം ടെസ്റ്റ് മത്സരങ്ങളിൽ നയിച്ച ക്യാപ്റ്റനും വിരാട് കോഹ്ലിയാണ്. 68 മത്സരങ്ങൾ. ഇന്ത്യക്ക് ഏറ്റവും അധികം വിജയം സമ്മാനിച്ച ടെസ്റ്റ് നായകനും കോഹ്ലി തന്നെ. 40 ടെസ്റ്റ് വിജയങ്ങൾ. പരാജയപ്പെട്ടത് വെറും 11 മത്സരങ്ങളിൽ മാത്രം. 10 മത്സരങ്ങളെങ്കിലും നയിച്ചവരിൽ വിജയശതമാനത്തിലും കോഹ്ലിയുടെ അടുത്തെങ്ങും മറ്റൊരു ഇന്ത്യൻ നായകനുമില്ല. ടെസ്റ്റിൽ കോഹ്ലിക്ക് കീഴിൽ തുടർച്ചയായി 5 വർഷക്കാലവും 1ാം റാങ്കിൽ ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നു. പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിലേക്ക് ഇന്ത്യൻ ടീമിനെ എത്തിച്ച നായകൻ. അങ്ങനെ ആരാലും മായ്ക്കാനാകാത്ത ഉജ്ജ്വല നേട്ടങ്ങൾ. ഒരിക്കൽ മൈക്കിൾ ക്ലാർക്കിനോട് ഇന്ത്യൻ ക്രിക്കറ്റിലെ മാറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദാദാ സൗരവ് ഗാംഗുലിയെ ചൂണ്ടിക്കാട്ടിയാണ് ക്ലാർക്ക് അതിന് മറുപടി പറഞ്ഞത്. ലോക ക്രിക്കറ്റിനെ ആകെ ഓസ്ട്രേലിയ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യയുടെ നായകസ്ഥാനം സൗരവ് ഏറ്റെടുക്കുന്നത്. ആരെയും കൂസാതെ മത്സരിക്കാൻ, ഭയമില്ലാതെ പോരാടാൻ ഇന്ത്യൻ ടീമിനെ ഒരുക്കിയ ഗാംഗുലിക്ക് ഇന്നത്തെ മാറ്റത്തിന്റെ ക്രെഡിറ്റ് എടുക്കാമെന്ന് ക്ലാർക്ക് പറഞ്ഞുവെച്ചു. എന്നാൽ വിരാട് കോഹ്ലിയുടെ ഇന്ത്യ അഗ്രസീവ് ക്രിക്കറ്റ് എന്തെന്നത് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നതാണ് സത്യം. സ്ലഡ്ജിംഗ് കൊണ്ട് ജയിക്കാമെന്ന് കരുതുന്ന വിദേശ രാജ്യങ്ങളോട് അങ്ങോട്ട് കയറി സ്ലഡ്ജ് ചെയ്യാനും ബൂയിങ് കൊണ്ട് നിശബ്ദരാക്കാൻ വന്ന കാണികളോട് ബാറ്റ് കൊണ്ടും ശരീരഭാഷ കൊണ്ടും മറുപടി നൽകി കോഹ്ലി. കോഹ്ലിയുടെ കീഴിൽ എസ് ശ്രീശാന്തും മുഹമ്മദ് സിറാജും ഒന്നിച്ച് ടെസ്റ്റ് കളിച്ചിരുന്നെങ്കിൽ എന്ന് ഏതോ ആരാധകൻ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ഓർക്കുന്നു. ഒരിക്കലും നടക്കാത്ത സ്വപ്നമെങ്കിലും തന്റെ കയ്യിലുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ ലോക ക്രിക്കറ്റിനെ അടക്കി ഭരിക്കാമെന്ന് കാണിച്ച താരമാണ് വിരാട് കോഹ്ലി. ഏകദിനത്തിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡുകൾക്ക് പരിധിയില്ല. പക്ഷേ ടെസ്റ്റ് ഫോർമാറ്റാണ് ഏറ്റവും ആസ്വദിച്ചതെന്ന് കോഹ്ലി എന്നും പറഞ്ഞു, കളത്തിൽ കാണിച്ചു. 123 ടെസ്റ്റിൽ 30 സെഞ്ചുറികളടക്കം കുറിച്ചത് 9230 റൺസ്. നായകനാകുമ്പോൾ ബാറ്റിംഗിലെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് പലപ്പോഴും ഇന്ത്യൻ ടീമിൽ കണ്ടിരുന്നത്. എന്നാൽ കോഹ്ലിക്ക് നായകസ്ഥാനം ഒരു ബാധ്യതയെ ആയിരുന്നില്ല. ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം റൺസ് നേടിയ ക്യാപ്റ്റൻ കോഹ്ലിയാണ്. 5864 റൺസ്. കോഹ്ലിയുടെ 30 സെഞ്ചുറികളിൽ 20ഉം ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ത്യക്കായി ടെസ്റ്റിൽ ഏറ്റവും അധികം ഡബിൾ സെഞ്ചുറി നേടിയ താരം വിരാട് കോഹ്ലിയാണ്. സച്ചിനും വീരേന്ദ്ര സെവാഗനും കോഹ്ലിക്ക് പിന്നിലാണ് സ്ഥാനം. കോഹ്ലിയുടെ 7 ഡബിൾ സെഞ്ചുറിയും നായകനായിരിക്കുകയാണെന്നതും റെക്കോർഡ്. ബ്രയാൻ ലാറിയെയാണ് കോഹ്ലി പിന്നിലാക്കിയത്. തുടരെ 4 പരമ്പരകളിൽ ഇരട്ട സെഞ്ചുറി എന്ന അപൂർവ റെക്കോർഡും കോഹ്ലിയുടെ പേരിലുണ്ട്. റെക്കോർഡുകളായിരുന്നില്ല കോഹ്ലിയുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ 10,000 എന്ന നാഴികക്കല്ല് കയ്യെത്തും ദൂരത്ത് നിൽക്കെ ഇങ്ങനെയൊരു വിരമിക്കൽ ഉണ്ടാകുമായിരുന്നില്ല. ബോർഡർ ഗാവസ്കർ ട്രോഫിക്ക് മുൻപും ശേഷവും എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ അടയാളപ്പെടുത്താം. ഇതിഹാസ താരങ്ങളായ രവിചന്ദ്രൻ അശ്വിനും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പടിയിറങ്ങാൻ കാരണമായ പരമ്പര. അശ്വിന്റെ മടക്കം നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നെങ്കിൽ രോഹിത് ശർമ്മയുടെയും കോഹ്ലിയുടെയും ടെസ്റ്റിലെ പടിയിറക്കം ബോർഡർ ഗാവസ്കർ പരമ്പരയുടെ കൈപ്പുനീരിന്റെ ബാക്കിയാണ്. ക്യാപ്റ്റൻ ആയിരുന്നിട്ടും അവസാന മത്സരത്തിൽ കളിക്കാനിറങ്ങാതെ മാറി നിൽക്കേണ്ടി വന്നു രോഹിത്തിന്. ബാറ്റിംഗിൽ പക്ഷേ കോഹ്ലി ഒരു തിരിച്ചുവരവിനുള്ള സൂചനയെന്നോണം പെർത്തിൽ ഒരു സെഞ്ചുറി കുറിച്ചിരുന്നു. പക്ഷേ കരിയറിലെ ഏറ്റവും മോശം പരമ്പരകളിൽ ഒന്നായി ബോർഡർ ഗാവസ്കർ ട്രോഫി മാറിയതോടെയാണ് ഇതിഹാസങ്ങൾ മതിയാക്കാൻ തീരുമാനിച്ചത്. 5 ടെസ്റ്റുകളിലെ 10ൽ
ടെസ്റ്റിൽ 8 ഇന്നിംഗ്സിലും ഓസീസ് താരങ്ങളുടെ ഓഫ് സൈഡ് ട്രാപ്പിൽ കോഹ്ലി കുടുങ്ങി. നേടിയത് വെറും 190 റൺസ്. പരമ്പര മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ സ്ഥാനം കൂടിയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ രോഹിത്തിന്റെ നായകസ്ഥാനം BCCI എടുത്തുമാറ്റുമെന്ന അഭ്യൂഹം പരന്നതിന് പിന്നാലെ രോഹിത് ടെസ്റ്റ് മതിയാക്കി. കോഹ്ലിയോട് തുടരാൻ BCCI ആവശ്യപ്പെട്ടെങ്കിലും ഇനിയൊരു മടക്കമില്ലെന്ന് കോഹ്ലിയും അറിയിച്ചു. ഒടുവിൽ ഒരു ചെറു കുറിപ്പോടെ ഇന്ത്യയുടെ 269-ാം ക്യാപ് നമ്പർ പടിയിറങ്ങുകയാണ്. ആ ശൂന്യത ആര് നികത്തും എന്നതിന് കാലം മറുപടി തരട്ടെ.